വിവരം കേട്ട സിനിമാക്കാരൻ പറഞ്ഞത് മലയാളി മറക്കാറായിട്ടില്ല. ഫ്രീ ആയി കിട്ടുന്ന ഫുഡിനും കള്ളിനും വേണ്ടിയാണ് സമരമുഖത്ത് ചെറുപ്പക്കാർ കിടക്കുന്നത് എന്നാണ് അയാൾ കണ്ടുപിടിച്ചത്. സ്വന്തം സ്വഭാവം വെച്ച് കണ്ടുപിടിച്ചതായിരിക്കാം. കാരണം സിനിമാക്കാരനായതുകൊണ്ട് ഓസിനാണല്ലോ ജീവിതം, അല്ലെങ്കിൽ പറ്റിച്ചാണല്ലോ ജീവിതം. അപ്പോൾ അതുകൊണ്ടായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ കോടതി 30 ലക്ഷം രൂപ കൊടുറാന്ന് പറഞ്ഞില്ലേ കഥ മുടിച്ച്. അപ്പോൾ ഇങ്ങനെയുള്ള പറ്റിപ്പുകാരനായതുകൊണ്ട് ബാക്കിയുള്ളവർ അങ്ങനെ കാണുന്നതായിരിക്കും പുള്ളി. മേജർ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുന്ന 2 പേരും കൂടിയുണ്ട്. ഒന്ന് നമ്മളെ നടൻ കൃഷ്ണകുമാർ, പിന്നെ സന്തോഷ് പണ്ഡിറ്റ്, പിന്നെ ഒരു മുടിയൊക്കെ ക്രോപ്പ് കിടക്കുന്ന ഒരു കൂതറപ്പെണ്ണുണ്ടല്ലോ സിബി മലനെ തള്ളക്കി വിളിച്ച ഒരു പെണ്ണ്. ഇങ്ങനെ 3 പേര് ഫസ്റ്റ് പാർട്ടികളാണ് 3. പട്ടാളപ്പടം എടുത്ത് കേരളത്തെ പുളകം കൊള്ളിച്ച ഒരു സംവിധായകൻ വീണ്ടും ഒരു പട്ടാളപ്പടം എടുത്ത് പൊട്ടിപ്പോയി. പിന്നെ എന്താണ് കഥകളെന്നുള്ളത് നമുക്കറിയാമല്ലോ. അതെന്തോ ആയിക്കൊള്ളട്ടെ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതം. എന്നാൽ രാഷ്ട്രീയത്തിൻ്റെ മേമ്പൊടിയൊക്കെ ചാർത്തിക്കൊണ്ട് അദ്ദേഹം പൊതുരംഗത്ത് വന്നപ്പോഴത്തേക്ക് പല രാഷ്ട്രീയത്തിൽ കൂടെ കയറി ഇപ്പം കറക്റ്റായിട്ടുള്ള സ്ഥലത്ത് എത്തിയെങ്കിലും ഇപ്പോൾ അദ്ദേഹം പറയുന്നത് തൊടുന്നതെല്ലാം പിഴയ്ക്കുകയാണ്. ആരാണ്? നമ്മുടെ രവി സാറ്. അറിയാലോ, അദ്ദേഹം വലിയ മേജറായിരുന്നു, മൈനറാണെന്ന് പരക്കെ ഒരു ആക്ഷേപമുണ്ട്. കമൻറ്റുകളിൽ പല വീഡിയോയ്ക്കകത്ത് അവർ വരുന്നുണ്ട് മേജറല്ല മൈനറാണ് എന്നുള്ളത്. നമുക്ക് മേജർ എന്ന് വിളിക്കാം, അങ്ങനെ തന്നെ വിളിക്കാം, പോട്ടെ. മേജർ സാറ് അപ്പോൾ ഈ അടുത്ത് കുറേ പരാമർശങ്ങൾ നടത്തിയല്ലോ. അപ്പോൾ അതിന് നമ്മുടെ എന്തായാലും നർമ്മത്തിൽ ചാലിച്ച് താത്വികാചാര്യനായ ശാന്തിവിടെ അത് കാണാതെ പോത്തില്ലല്ലോ, കണ്ടു, പ്രതികരിച്ചു. അതിൽ നിന്നും കൊണ്ടുവന്ന കുറച്ച് വീഡിയോസാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അവസാനം വരെ കാണുക, കൂടെ സപ്പോർട്ട് കൂടി തരിക, സ്കിപ്പ് ചെയ്യല്. അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ടേ പോകാവുള്ളൂ. എല്ലാവരും കാണാം. ഏറ്റവും ചുരുങ്ങിയത് ഇയാൾ ആ കേന്ദ്ര ഗ്യാസ് മന്ത്രിയുടെ മോനെയെങ്കിലും തൻ്റെ കാഴ്ചപ്പാട് വിശദീകരിച്ച് കൊടുത്ത് ബോധ്യപ്പെടുത്തണമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഗ്യാസ് മന്ത്രിയുടെ 2ാമത്തെ മകൻ പറഞ്ഞിട്ടില്ലേ, ടി ജി മോഹൻദാസിനെയൊക്കെ കൊല വിളിച്ച പയ്യൻ സമരത്തെ പിന്തുണച്ച മലയാള സിനിമയിലുള്ള ഒരുത്തനും പണിയില്ല എന്നാണ് ഈ വലിയ മനുഷ്യൻ പറയുന്നത്. മമ്മൂട്ടി മുതൽ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, കുഞ്ചാക്കോ ബോബൻ, വിസ്മയ മോഹൻലാൽ, പാർവതി തിരുവോത്ത്, രഞ്ജിനി ഹരിദാസ്, ശാന്തി ബാലചന്ദ്രൻ, നിഖിൽ വിമൽ, മീനാക്ഷി, ഗ്രേസ് ആന്റണി, റീമ കല്ലിങ്കൽ, ജോജു ജോർജ്, ദുൽഖർ സൽമാൻ, ആസിഫ് അലി, ഇന്ദ്രജിത്ത് സുകുമാരൻ, ബേബി ജിൻ, ഷിബു സണ്ണി തുടങ്ങി കുറേ ജോലിയില്ലാത്ത ഒരു പടം ചെയ്തിട്ട് സ്റ്റാർട്ടും കട്ടും കേട്ടിട്ട് എത്രയോ വർഷങ്ങളായ ഇവരെല്ലാം, ഒരു ജോലിയുമില്ലാത്ത ഇവരെല്ലാം ക്യാമറയുടെ മുന്നിൽ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് കാണിക്കാനുള്ള നമ്പറാണ് അത്രേ ഈ ഡൽഹിയിലെ സമരത്തിന് കൊടുത്ത പിന്തുണ. അതിപ്പം എൻ്റെ പൊന്ന് ദിനേശണ്ണ, ഇതിനകത്ത് വേറൊരു കേസ് ഇട്ടുണ്ട് കേട്ടോ. എന്താണെന്നറിയാവോ? മീഡിയ അറ്റൻഷൻ അവർക്ക് കിട്ടണം. അതിനുവേണ്ടി ഏറ്റവും നല്ല കാര്യമാണല്ലോ. എല്ലാവരും പോസിറ്റീവ് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഓടി വന്നിട്ട് നെഗറ്റീവ് പറഞ്ഞാൽ, അറിയപ്പെടുന്ന ഒരാൾ നെഗറ്റീവ് പെട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ എന്തെടുക്കും? മീഡിയ എല്ലാം കൂടെ ഫോക്കസ് ചെയ്യും. ഇന്നാളത് പറഞ്ഞ് എങ്കിൽ അങ്ങോട്ട് പോകാം. അപ്പം അത് തന്നെ കാര്യം. ഇപ്പം ആരാണ് മീഡിയ അറ്റൻഷൻ കിട്ടാതെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഈ വിവാദങ്ങൾ പറഞ്ഞിട്ടല്ലാതെ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം മേജറിന് അല്ലെങ്കിൽ മേജർ സാറിന് വലിയ കാര്യങ്ങളൊന്നും ഇല്ലാതെ നിൽക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ പുള്ളി ഒന്ന് ലൈഫ് നിൽക്കട്ടെന്ന്. ഇനി പുതിയൊരു പടമൊക്കെ ചെയ്യേണ്ടതല്ലേ. അത് മാത്രമല്ല, സാമ്പത്തികമായിട്ട് ഉള്ള ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ വന്ന ആരോപണങ്ങൾ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അതൊക്കെ നമ്മൾ കഥ മോഷ്ടിച്ചെന്നോ ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. നമ്മളതൊന്നും കണ്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. എങ്ങാനും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അണ്ണൻ ചെയ്തല്ല, സാറ് ചെയ്ത വലിയൊരു തെറ്റാണ്. കാര്യം സാറ് രാജ്യത്തിന് മാതൃകയാകേണ്ട ഒരു മേജറാണ്. അതാണ് പറയാനുള്ളത്. ബാക്കിയോടെ കേൾക്ക്. ജൂനിയർ ആണെന്ന് വിളിക്കുന്നതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ മേജർ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരാൾ വിളിച്ചിട്ടുണ്ട്, സാർ എന്തിനാ സാറേ അയാളെ മേജർ എന്ന് വിളിക്കുന്നത്? അയാൾ സീനിയർ എന്ന് വിളിക്കുക, അല്ല ജൂനിയർ എന്ന് വിളിക്കുക. അയാൾ മേജറൊന്നുമല്ല. അതൊക്കെ നല്ല സീനിയറായ അന്തസ്സുള്ളവരുണ്ട്. അവർ പെൻഷൻ ആയി കഴിഞ്ഞാൽ അന്തസ്സായി പെൻഷൻ വാങ്ങി വീട്ടിയിരിക്കും. കിട്ടുന്ന കോട്ടയിലെ കള്ളുമൊക്കെ രാത്രി വൈകുന്നേരം നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ച് മക്കളെയും ചെറുമക്കളെയൊക്കെ നോക്കി അന്തസ്സായിട്ടിരിക്കും. ഇയാളെ പോലെ ആളുകളെ പറ്റിച്ചല്ല സാറേ ജീവിക്കുന്നത്. അയാൾ എന്തിനാണ് സാർ കയറി മേജർ എന്ന് വിളിക്കുന്നത്? ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി അത് ശരിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഡൽഹിയിലെ എൻ്റെ മക്കൾ, എൻ്റെ മോനെ പോലെ, എൻ്റെ മോളെ പോലെ ഡൽഹി കിടന്ന് അടി വാങ്ങുന്ന കാര്യം കണ്ടപ്പോൾ മമ്മൂട്ടി പത്മഭൂഷൺ കൊടുത്തിട്ട് പോലും അദ്ദേഹം പോലും തുറന്നു പറഞ്ഞു ഈ കാണിക്കുന്ന തെമ്മാടുത്തത്തെ. അപ്പോൾ പറയണം അവർക്കൊന്നും ജോലിയില്ല. മമ്മൂട്ടിക്കൊന്നും ഒരു പണിയില്ല, മഞ്ജു വാര്യർക്ക് ഒരു പണിയില്ല, ടൊവിനോയ്ക്ക് ഒരു പണിയില്ല. ജോജു ജോർജ് ആണെങ്കിൽ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലൊക്കെ നിന്നിട്ട് ഒരു 10 വർഷം വരും. എന്നാൽ ചുരുക്കി പറഞ്ഞാലേ, ഈ മേജർ അണ്ണന് ക്യാമറയ്ക്ക് പുറകെ നിന്ന് ഈ കട്ടും ആക്ഷനും ഒക്കെ പറഞ്ഞിട്ട് കുറേ കാലമായി. അതൊന്ന് പറയണം എങ്ങനെയും. ഇത് ഞാൻ എപ്പോഴേ പറയുന്നത്, അതുകൊണ്ട് വീണ്ടും എടുത്ത് പറയുന്നില്ല. അപ്പോൾ കേരളത്തിൽ ചേട്ടനോട് മാത്രമല്ല പരക്കെ എല്ലാവരും കമൻറ്റ് ഇടുന്ന കാര്യമാണ് അദ്ദേഹം മേജറല്ല, മൈനറാണ് എന്നുള്ളത്. മറ്റേ ഇല്ല പടത്തിനകത്ത് ശ്രീനിവാസൻ പറയത്തില്ലയോ, പിന്നെ ഞാൻ പത്മശ്രീയാണ്, ഞാൻ കേണലാണ്, സെലിബ്രിറ്റി ആണ് എന്ന് പറയത്തില്ല. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ മേജർ സാറിൻ്റേത്. കാര്യം എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഈ എയർ മേടിക്കൽ സാറ് തന്നെ ഇരന്ന് മേടിച്ചതാണെന്ന് ഞാൻ പറയും. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊരിക്കലും പറയുന്നില്ല അദ്ദേഹം പട്ടാളക്കാരനായതുകൊണ്ട് വീട്ടിലങ്ങ് അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാം. നിയമത്തിന് അതീതമല്ലാത്ത എന്ത് കാര്യവും അദ്ദേഹത്തിന് ചെയ്യാം. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാം, എന്ത് കാര്യം ചെയ്യാം, ഇഷ്ടപ്പെട്ട പാർട്ടി പ്രവർത്തിക്കാം, എല്ലാം അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. പക്ഷേ അദ്ദേഹം ഈ ഒരു ലേബൽ എടുത്തുകൊണ്ട്, മേജർ രവി എന്നൊരു ലേബൽ എടുത്തുകൊണ്ട് അദ്ദേഹം വന്ന് പൊതുരംഗത്ത് വന്ന് അല്ലെങ്കിൽ പൊതുമാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ കൊടുക്കുമ്പോൾ അതിനകത്ത് കെയർഫുൾ ആയിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കാര്യം എല്ലാവരും ഈ രാജ്യത്ത് ജീവിക്കുന്നവരല്ലേ.
നിങ്ങൾ മാത്രമല്ലല്ലോ ഒരു പരമോന്നതമായ ഒരു മേജർ സ്ഥാനം കിട്ടി പട്ടാളത്തിൽ നിന്ന് റിട്ടയർഡായ ആ ഏക വ്യക്തി നിങ്ങൾ മാത്രമല്ലല്ലോ. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേര് കാണാം. ഇനിയിപ്പം വരാൻ പോകുന്നത് എന്തായാലും മേജറിൻ്റെ നേതൃത്വത്തിൽ ഒരു രാജ്യസ്നേഹത്തെ വിളിച്ചോതുന്ന ഒരു പടമായിരിക്കും. അങ്ങനെ ഒരു പടം വരണം, എല്ലാവരും കാണണം. അതിനകത്തൊന്നും നമ്മൾ എതിര് പറയുന്നില്ല. അപ്പം ആ ഒരു പടം എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം ഞങ്ങൾ മാത്രം എല്ലാം തികഞ്ഞവർ, മതിലിരിക്കുന്നവർ, നിങ്ങളെല്ലാം താഴെ നിൽക്കുന്നവരെന്ന ഒരു രീതിയാക്കല്ലോ. രാജ്യത്തിൻ്റെ ചരിത്രം പഠിക്കുന്ന എല്ലാവർക്കും രാജ്യത്തിൻ്റെ അവസ്ഥകൾ അറിയാം. അപ്പോൾ അതനുസരിച്ചൊരു പടം തന്നെ വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ നിങ്ങൾ ഒരു മേജർ ആയതിൻ്റെ പേര് ഒരു സിനിമ കണ്ടല്ലേ ഉള്ളൂ വിജയിച്ചത്. അത് വിജയിച്ച് പിന്നെ അതിൻ്റെയൊക്കെ പേരിൽ ഒരു സിനിമാക്കാരൻ്റെ ലേബലിൽ ഇട്ട് നിങ്ങൾ ഈ കടന്ന് കാണിക്കുന്നതൊക്കെ വെറും അപഹാസ്യനായി തീരും എൻ്റെ മേജർ അണ്ണ എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ബാക്കിയോടെ ഒന്ന് കേട്ട് നോക്ക് നിങ്ങൾ. അങ്ങനെയാണ് പറയുന്നത്. രാഷ്ട്രീയത്തിലും സിനിമയിലും തിരക്കുള്ള മേജർ സമരങ്ങൾക്കെതിരാണ്. ദേശദ്രോഹികളുമായി ഒരു തരത്തിലും സമരസപ്പെടാൻ ഞാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇയാളെയും TGയെയും ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നെങ്കിൽ മിനിറ്റുകൾക്കകം പ്രശ്നം തീർത്ത് തന്നേനെ, അല്ലെങ്കിൽ ആരെങ്കിലും തീർത്ത് തന്നേനെ. അതെങ്ങനെ? ഡൽഹിയിലിരിക്കുന്ന തടിയൻ്റെ തലയിൽ മുഴുവൻ ചാണകമല്ലേ? അല്ലെങ്കിൽ എപ്പോഴേ ഇങ്ങോട്ട് കയറിക്കൊന്ന് TG മോഹൻദാസിനോടും ഈ സീനിയറും ജൂനിയറും ഒക്കെ ആയ മേയറോടും ഒക്കെ പറഞ്ഞനെ. എനിക്ക് ചിരി വന്നത് മേജർ ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ കൊടുത്തിരിക്കുന്ന രണ്ടുപേരും കൂടിയുണ്ട്. ഒന്ന് നമ്മളെ നടൻ കൃഷ്ണകുമാർ, പിന്നെ സന്തോഷ് പണ്ഡിറ്റ്, പിന്നെ ഒരു മുടിയൊക്കെ ക്രോപ്പ് ചെയ്ത് കിടക്കുന്ന ഒരു കൂതറ പെണ്ണുണ്ടല്ലോ, സിബി മല്ലനെ തള്ളക്കി വിളിച്ച ഒരു പെണ്ണ്. ഇങ്ങനെ 3 പേര് ഫസ്റ്റ് പാർട്ടികളാണ് 3. അവരും കൂടെ മേജറിൻ്റെ കൂടെ കൂടി എന്നുള്ളത് ഒരു ആശാവഹമായ കാര്യമാണ്. ഒറ്റയ്ക്ക് അയാൾ കുരുക്ഷേത്രത്തിലെ യുദ്ധം പോലെ ഒറ്റയ്ക്ക് നിർത്തിയില്ലല്ലോ. കൃഷ്ണകുമാറേ, തനിക്ക് 4 പെൺപിള്ളേരാണല്ലോ ഉള്ളത്. അതിലൊരെണ്ണം ഈ വാട്സാപ്പും യൂട്യൂബും ഒക്കെ കൊണ്ടു കിടക്കാതെ നീറ്റ് പരീക്ഷ എഴുതിയിരുന്നെങ്കിൽ നിനക്കതിൻ്റെ വേദന അറിയാമായിരുന്നു എന്ന് മാത്രം ഞാൻ കൃഷ്ണകുമാറിനോട് പറയുന്നു. പിന്നെ പണ്ഡിറ്റ്, അയാളെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് ഭംഗി. മേജറിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ തീരുകയില്ല, ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത്. നമുക്ക് അതിൽ നിന്നും ആവശ്യമുള്ളൊരു പോർഷൻ മാത്രമാണ് നമ്മളെടുത്ത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അവസാനം വരെ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ നെറ്റും സമയമൊക്കെ കളഞ്ഞ് കണ്ടേയില്ല. അപ്പോൾ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ വിരോധമില്ലെങ്കിൽ എന്നല്ല, എന്തായാലും എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കമൻറ്റും, എന്ത് കമൻറ്റ് വേണേലും. നിങ്ങൾക്ക് ഈ വിഷയത്തിൽ യോജിക്കാം വിയോജിക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എൻ്റെ കാഴ്ചപ്പാട് പറഞ്ഞതെന്ന് മാത്രം. അപ്പം നിങ്ങൾ എന്തെടുക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ സപ്പോർട്ട് കൂടി തരിക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം വേറൊരു വിഷയവുമായി, വേറൊരു ടോപ്പിക്കുമായി. താങ്ക്